നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫും ഒന്നും ആയിട്ടല്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും അതിലേറെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിൻ്റെ മെനു ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം മൈദയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈദയിൽ മാത്രം ഉണ്ടാക്കിയിട്ടെടുക്കാം. ഞാൻ നേരം വെളുക്കുമ്പോഴേക്കും മൈദ മാത്രം കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പ് പൊടി അധികം എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുമാത്രം മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈപ്പിടി പറയുകയാണെങ്കിൽ ഒരു വലിയ കൈപ്പിടി നിറയെ തേങ്ങ വേണം കേട്ടോ. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇളം ചൂടുള്ളത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം നല്ല സ്മൂത്ത് ടെക്സ്ചറിലാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ചേർത്താൽ ഒന്നും ആവില്ല. എന്നാലും ആദ്യത്തെ ഒരു അടിച്ചെടുക്കേണ്ട രീതി എന്ന് പറയുന്നത് 1/2 കപ്പ് ചേർത്തിട്ടാണ്. അപ്പോൾ അത് ഞാൻ വേഗം ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇതൊന്നും പോരാ. അപ്പം ഇനി ഇതിലേക്ക് ഒരു 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ഇനിയും വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചു നോക്കാം. പോരായ വരുവാണെങ്കിൽ ബാക്കിയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അതായത് ദോശമാവിൻ്റെ പരുവല്ല, അതിനേക്കഴിഞ്ഞ് ലൂസായിരിക്കണം. നമ്മളിങ്ങനെ നമ്മുടെ ദോശത്തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും അത് തനിയെ വട്ടത്തിൽ തനിയെ പരന്ന് വരണം. അല്ലാണ്ട് നമ്മളായിട്ട് അതിനെ പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 2 കപ്പോളം വെള്ളം ഏകദേശം വേണ്ടി വരും കേട്ടോ. എന്നാലാണ് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. പിന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാനും ശ്രദ്ധിക്കണം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ദോശത്തട്ട് നല്ലോണം ചൂടായതിന് ശേഷം മാത്രം 1-2 തവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തനിയെ ഇങ്ങനെ സ്പ്രെഡായി തനിയെ ഒരു വട്ടത്തിലൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്രയും ലൂസും ആയിരിക്കണം കേട്ടോ. ഒരുപാട് വെള്ളം പോലെയല്ല, എന്നാൽ ഒരുപാട് കട്ടിയോ അല്ല. എന്നിട്ട് അതിലേക്ക് ചുറ്റിന് നമ്മൾ കുറച്ച് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് തൂവി കൊടുക്കാം. ഗീ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ദോശ കുക്കാവുന്ന നേരം കൊണ്ട് നമ്മൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ചേമ്പ് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേമ്പ് അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂറെങ്കിലും ഇങ്ങനെ കിടന്നാലാണ് എളുപ്പത്തിൽ അതിൻ്റെ തൊലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ദോശയും ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെ ദോശ എന്നാണോ എന്താണോ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പാൻ കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇതിന് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ ഫില്ലിങ് ഇതിലേക്ക് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ജോലിയുള്ള ദിവസങ്ങളിലോ അങ്ങനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ വിഷുപ്പണിയൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്കോ അല്ലെങ്കിൽ കുറച്ചിങ്ങോട്ട് സെൻറ്ററിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് കേട്ടോ നമ്മൾ പഴമാണ് വെച്ച് കൊടുക്കുന്നത്. ചെറുപഴമാണ് കേട്ടോ. നമുക്ക് റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ നമ്മളൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനോ കുട്ടികൾക്ക് കഴിക്കാനോ ഒക്കെ നല്ല ഈസി ആയിട്ട് പറ്റും. വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു ഫില്ലിങ്ങിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികളാകുമ്പോഴത്തേക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ന്യൂട്രലോ അങ്ങനെ എന്തെങ്കിലും നമ്മളിതിൻ്റെ ആ ഫില്ലിങ്ങിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കഴിക്കാനായിട്ട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും കേട്ടോ.
നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനും നല്ല ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിങ്ങനെ റോൾ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതൊരു ടീ ടൈം സ്നാക്കായിട്ടോ അല്ലെങ്കിൽ കാലത്ത് ഇതുപോലെ നമുക്ക് അധിക ജോലിയുള്ളപ്പോഴോ വയ്യാതെ ഇരിക്കുമ്പോഴോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ഐറ്റം ആയിട്ടോ ഒക്കെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. പഞ്ചസാരയൊക്കെ ഇത്തിരി അധികം വെതറി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റം ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ ഓടി വരാമേ. അപ്പോൾ ഇനി നമ്മൾ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ചോറ് ഓൾറെഡി ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കിഴങ്ങ് ചേമ്പ് കേട്ടോ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നുറുക്കി നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 തൊട്ട് 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി കേട്ടോ എരിവിനനുസരിച്ച്. പിന്നെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ. ഇത് താഴ്ന്ന് കിടക്കാൻ വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അതിൽ കിടന്നിട്ടാണ് ഇത് വേവിച്ചിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതുപോലത്തെ മൺചട്ടിയിൽ വെക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയുള്ള കറികൾക്ക് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൺകലം ഇപ്പോൾ കയ്യിലില്ലാത്തവരാണെങ്കിൽ കുക്കറിൽ വെക്കുക, വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഒരു 2 കൈപ്പിടിയോളം തേങ്ങ കേട്ടോ. അപ്പോൾ നമ്മൾ കറി എന്തുമാത്രം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ തേങ്ങയുടെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം. ഞാൻ കുറച്ച് അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 തൊട്ട് 1/4 കപ്പ് വരെ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം, പിന്നെ ഒരു 5-8 മണി കുരുമുളക്, അത് മുഴുത്തോടെ ഉള്ളതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതുപോലെ നല്ല വെണ്ണ പോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി നമുക്ക് കഷ്ണങ്ങൾ വെന്തതിന് ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരം കളയുന്നില്ല, മീൻ വറുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും മീൻ വറുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. പിന്നെ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, തിളപ്പിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരപ്പ് നമ്മൾ തയ്യാറാക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തൈരും തേങ്ങയും ഒന്നിച്ച് ഒഴിച്ച കാരണം കൊണ്ട് പിന്നെ ഇത് പിരിഞ്ഞൊന്നും പോയില്ല കേട്ടോ. എന്നാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ആ ഒരു തേങ്ങയുടെ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ മാത്രം നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് അതിൻ്റെ തീയെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രം മീൻ വറക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഗരം മസാല പൗഡർ, ചിക്കൻ മസാല പൗഡർ, മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി കേട്ടോ. ഇത്രയാണ് ഞാൻ മീൻ വറക്കണയിൽ പരട്ടി വെച്ചിരിക്കുന്നത്. ഇത് തലേ ദിവസം ചെയ്ത കാരണം കൊണ്ടാണ് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പരട്ടി 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ നമുക്കിത് നല്ലോണം ടേസ്റ്റിൽ വറുത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കറിയൊക്കെ നല്ലോണം ഒന്ന് തിളവരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലേക്ക് വറുത്തിടാം. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂണോളം കടുക്, ഒരു 10-12 മണി നമ്മുടെ ഉലുവാട്ടോ. അപ്പോൾ അത് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ്, 2-3 വറ്റൽമുളക്, അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, അത്രയും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലോണം വറുത്തെടുക്കുകയാണ്. ആ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്ന് പെട്ടെന്നൊന്ന് വഴറ്റിയതിന് ശേഷം നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുളക് പൊടി കരിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ
കാച്ചി ഒഴിച്ചതിൻ്റെ മണം നമ്മുടെ കറിയിലേക്ക് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചേക്കണം കേട്ടോ ഈ കറീനെ. ഒരു മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോരുകറി തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറുകിയിട്ടും വയ്ക്കാനായിട്ട് പറ്റും. ഞാൻ ഇച്ചിരി ലൂസിലാണ് വെച്ചത്, കാരണം ഇത് ഇരിക്കും തോറും ചെറിയൊരു കുറുകൽ വരും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. തൃശ്ശൂർ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കുന്ന മോരുകറിയാണ് കേട്ടോ ഇത് തന്നെ നമുക്ക് വെള്ളരിക്ക ഇട്ടിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ കശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു കളറ് ഏറ്റവും അവസാനം ചേർത്താൽ കേട്ടോ നമ്മുടെ കറിക്ക് വന്നു ചേരും. അപ്പോൾ അത് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ ഒരു ഭാഗമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഓരോന്നെടുത്ത് മറിക്കാനൊന്നും പറ്റില്ല, ഒന്നിച്ചങ്ങ് മറിച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി ആ ഒരു ഭാഗം കൊണ്ട് കിടന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇനി നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ. ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സമയത്ത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചേർത്തു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. 2 കൈപ്പിടി തേങ്ങ, ഒരു 10-12 ചെറിയുള്ളി, കറിവേപ്പില, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ചെമ്മീൻ ചട്നി പൗഡർ ഇതുപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഒന്ന് ചൂടാക്കി ശേഷം ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു വലിയ പീസ് പുളിയാണ് കേട്ടോ. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂണോളം കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും മാത്രമാണ് വഴറ്റാനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വഴന്നൊന്ന് വരണം. ആ ഒരു സമയത്ത് നമ്മുടെ മീനും ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. 2ാമത്തെ ബാച്ചാണ്. അപ്പോൾ അത് ഞാൻ വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഈ ചെമ്മീൻ ചമ്മന്തിയും പിന്നെ നമ്മുടെ മീൻ വറുത്തതും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഊണ് അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നതാണ് ഇതിൻ്റെ ഒരു മൂത്തു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അത്രയും മതിയാവും. അപ്പോൾ ഉള്ളി വാടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറിവേപ്പില ചേർത്തിട്ട് പിന്നെ ഓരോരോ മിനിറ്റും കൂടി നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കണം കേട്ടോ. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന പാകം അത്രയും മതി. അതായി കഴിഞ്ഞാൽ നമ്മളിത് ചൂടാറിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഒരു തുണ്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കരുത്. എന്നിട്ട് നല്ലപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ചമ്മന്തിയുടെ പരുവം നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലോണം കുഴച്ച് ഒരു ഉണ്ട പരുവാക്കിയിട്ട് എടുക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടി. ചമ്മന്തിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് ഒന്നില്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിന് മുന്നേ അല്ലെങ്കിൽ ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ നമ്മുടെ മീൻ വറുത്തത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ വറുത്തത് ഏതാണെന്ന് വെച്ചാൽ ഇതും അയിലയും ചാളയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണിച്ചില്ല. പിന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കേട്ടോ. ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ അച്ചാർ, വീട്ടിലുള്ള ഏതെങ്കിലും അച്ചാർ, പിന്നെ നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള മോരുകറി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഊണെന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ മിനിമലായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മളൊരു ഊണ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. സിമ്പിളായിട്ടുള്ള ഊണാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണാണ് കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാണെങ്കിൽ അതെനിക്കൊരു സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ.